ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പം നമുക്കൊന്നൊരു പുതിയൊരു വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. നിങ്ങളെ വീട്ടിലുണ്ടോ ഇതേപോലത്തെ പഴയൊരു പൊട്ടിയൊരു ബോക്സ്? അതേപോലത്തെ ഒരു ബോക്സാണല്ലോ ഞാനിത് എടുക്കുന്നത്. ഈ ഒരു ബോക്സ് മേക്ക് ഓവറാണ് ഞാനിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതെൻ്റെ സിസ്റ്ററിൻ്റെ മോള് ജെനുവിൻ്റെ ആട്ടോ. സ്പൈഡർമാൻ ബോക്സാണ്. ആളുകളാണെങ്കിലും ആൾക്ക് സ്പൈഡർമാനൊക്കെയാണ് ഇഷ്ടം കൂടുതൽ. അപ്പോൾ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് വന്നപ്പം പൊട്ടി എന്നൊക്കെ പറഞ്ഞാൽ അപ്പം ഞാൻ വിചാരിച്ചു മേക്ക് ഓവർ ഇതിൽ എനിക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന് പറഞ്ഞത്. ബട്ട് പിന്നെ ചെയ്ത് വന്നപ്പോൾ ഓക്ക് വേണമെന്ന് പറഞ്ഞു ക്ലാസ് കൊണ്ടുവന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആക്കി. അത് തന്നെ അതിൻ്റെ ഒരു മറ്റേ രണ്ട് സൈഡിലൊരു പലക പോലെ സാധനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലത്തെ ഇപ്പോൾ സ്പൈഡർമാൻ്റെ സാധനം കയറിയപ്പം അതിൽ രണ്ടിൽ ഞാൻ കുറച്ചൊരു ലാവൻഡർ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. മിനിഞ്ഞാന്ന് ഗ്രോസറി ഷോപ്പ് നടത്തിയപ്പം വാങ്ങിയ അത് കഴിഞ്ഞിട്ട് അതിൽ നമ്മുടെ സ്ഥിരം ഡെയ്സി ഫ്ലവേഴ്സ് വിട്ടിട്ടൊരു കളിയില്ല. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കളർ കൊടുക്കാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒരു കവർ ചെയ്യണം. ആ കവറിന് വേണ്ടിയിട്ട് സ്പൈഡർമാൻ്റെ സെയിം അളവല്ല, സ്പൈഡർമാൻ കുറച്ചും കൂടി കൂടിയ അളവിൽ ഞാനൊരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു ഷീറ്റ് കട്ടാക്കി എടുക്കുന്നുണ്ട്. ഒരു തിക്കുള്ളൊരു പ്ലാസ്റ്റിക് കേട്ടോ, തിക്കായിട്ടുള്ള. അപ്പോൾ അതിൻ്റെ നടുഭാഗത്ത് ചെറിയൊരു ഇതുണ്ട്, നമ്മുടെ ആ ബെൻഡ് ചെയ്യുന്ന ഭാഗം, അവിടെ ഒരു ഷീറ്റും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ വേറൊരു പീസ് ഓഫ് കാർഡ്ബോർഡ് പോലത്തെ പീസ് ഉണ്ട്, അത് വെച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 പീസ് അവിടെ ഒട്ടിച്ചെടുക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ 2 പീസ് ഉണ്ടായിരുന്നു, ബട്ട് അത് അത്രയും പ്ലാസ്റ്റിക് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ അടിഭാഗത്ത് മാത്രം ഒരു പ്ലാസ്റ്റിക് പോലത്തെ, നടുഭാഗത്ത് മാത്രം ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഷീറ്റ് ഒട്ടിക്കുന്നത്. ബാക്കിയൊക്കെ നമ്മുടെ ബോക്സിൻ്റെ സ്പൈഡർമാൻ ഷീറ്റിനെ അങ്ങോട്ട് 1 ഇഞ്ച് കൂടുതലുള്ള ഭാഗങ്ങളാണ് കേട്ടോ വിട്ടെടുത്ത്. ഈ ഒരു കാർഡ്ബോർഡാണ് കേട്ടോ നടുഭാഗത്തുള്ള, അതിൻ്റെ സെയിം ഷേപ്പിലാണ് ഞാനിത് കട്ടാക്കിയെടുത്തത്. ആ നടുഭാഗത്തൊക്കെ നടുഭാഗത്ത് ഒരു ചെറിയൊരു ഓട്ട പോലെയൊക്കെ ഉള്ളതായിട്ട് നിങ്ങൾക്കെല്ലാം വീഡിയോ കാണുമ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ കൂടുതൽ വീഡിയോ എടുത്തിട്ടില്ല, എടുക്കാൻ വിട്ടുപോയി. ചില സമയം വീഡിയോ ഓണാക്കാൻ വിട്ടുപോയി, അതാണിങ്ങനെ. പിന്നെ അതിനും ലാവൻഡർ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഒട്ടിക്കലാണ് കേട്ടോ. നിങ്ങൾക്ക് ഉൾഭാഗത്തും പെയിൻ്റ് അടിക്കാം. ഞാൻ ഉൾഭാഗത്ത് പെയിൻ്റ് അടിച്ചില്ല. എന്തിനാ വെറുതെ പെയിൻ്റ് അടിക്കുന്നത്? 2 ദിവസം കൊണ്ട് പിന്നെയും ഇതേപോലത്തെ ആക്കും വിചാരിച്ചിട്ടാണ് ഞാൻ പെയിൻ്റ് അടിക്കാത്തത്. അപ്പോൾ പിന്നെ ഇതൊക്കെ ഒട്ടിക്കാൻ വേണ്ടി B7000 ഗ്ലൂ ആണ് ഒട്ടിക്കുന്നത്. ഫെവിക്കോൾ കൊണ്ട് ഒട്ടുമോന്നൊരു അറിയില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇത് B7000 കൊണ്ട് ഒട്ടിക്കുമ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന പോലത്തെ ഇതിൽ വരും. ചില അത്രയ്ക്ക് ഹാർഡായിട്ടുള്ളൊരു ഗ്ലൂ ആണിത്, പെട്ടെന്ന് ഒട്ടിക്കിട്ടും ഏകദേശം. പിന്നെ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല കേട്ടോ. ഞാൻ പറയുന്ന പോലെയാണോ ചെയ്യുന്നത്? എനിക്ക് എന്തോ ഒരു ഡൗട്ട് വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഫിറ്റാക്കി കൊടുക്കുന്നുണ്ട്. 2 സൈഡിലൊരു ഹുക്ക് പോലത്തെ സാധനമുണ്ട്. ഹുക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ 2 ഷീറ്റ് നടുഭാഗത്ത് ഒട്ടിച്ചില്ലേ, അത് ഇതിന് വേണ്ടിയിട്ട് ആ ഹുക്കിൻ്റെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്കുള്ളിലും പെയിൻ്റ് അടിക്കാം. ഉള്ളിലും പെയിൻ്റ് അടിച്ചാൽ സംഭവം കുറച്ചും കൂടി ഭംഗിയായി കിട്ടും. അപ്പോൾ നമ്മുടെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ.